UDF അധികാരത്തിൽ വന്നിട്ട് ദിവസങ്ങളേ ആയുള്ളൂ, മാസങ്ങൾ പോലുമായില്ല. അതിനു മുമ്പ് തന്നെ മന്ത്രിസഭയിൽ മന്ത്രിമാർ തമ്മിൽ പരസ്പരം പോർവിളി തുടങ്ങിയിരിക്കുന്നു. ആഭ്യന്തര വകുപ്പ് മന്ത്രിക്ക് മുന്നറിയിപ്പുമായി വന്നിരിക്കുന്നത് ആരോഗ്യമന്ത്രി കെ മുരളീധരനാണ്. അപ്പുറത്ത് രമേശ് ചെന്നിത്തലയാണ് എന്നോർക്കണം. എന്താണ് വിഷയം? തിരുവനന്തപുരം കൗൺസിലറെ പോലീസ് അറസ്റ്റ് ചെയ്യാൻ പോയി. കാപ്പ കേസിൽ പ്രതിയാണ്. കോടതി ജാമ്യാപേക്ഷ തള്ളി. അറസ്റ്റ് ചെയ്തേ തീരൂ. അങ്ങനെ പോലീസ് അറസ്റ്റ് ചെയ്യാനെത്തിയപ്പോൾ BJP പ്രവർത്തകർ വളഞ്ഞു. സ്വാഭാവികമായും സംഘർഷമുണ്ടായി. പോലീസ് ആകാശത്തേക്ക് വെടിവെച്ചു. BJP പ്രവർത്തകർ വെടിയൊച്ച കേട്ട ഉടനെ ഓടി മറഞ്ഞു. അങ്ങനെയാണ് BJP കൗൺസിലറെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നത്. പോലീസ് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ ജയിലിൽ കിടക്കുകയാണ് BJP കൗൺസിലർ. അതുമായി ബന്ധപ്പെട്ടു തിരുവനന്തപുരം കോർപ്പറേഷനിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അത് അവിടെ നിൽക്കട്ടെ, അതല്ല വിഷയം. ഈ വിഷയത്തിൽ കെ മുരളീധരൻ ഇടപെട്ടു. ആരോഗ്യമന്ത്രി, അദ്ദേഹം വട്ടിയൂർക്കാവ് MLA ആണ്. അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിലെ വട്ടിയൂർക്കാവിൽ വെച്ച് തന്നെയാണ് കൗൺസിലറെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നത്. ഈ സംഘർഷമൊക്കെ ഉണ്ടായത്. അതേക്കുറിച്ചാണ് കെ മുരളീധരൻ്റെ പ്രതികരണം. കേൾക്കാം നമുക്ക് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ. ആവശ്യമില്ലാത്ത വെടിവെച്ചാണ്. പ്രശ്നങ്ങളൊക്കെ ഭംഗിയായിട്ട് കൈകാര്യം ചെയ്യണമെന്നാണ് സ്ഥലം MLA എന്നാണ് എനിക്ക് എൻ്റെ ആഗ്രഹം. പോലീസ് അത് തുടക്കത്തിൽ തന്നെ ഈ സംഭവത്തിന്റെ കഴിഞ്ഞ സർക്കാരിന്റെ അവസാന കാലത്താണ് ഈ വെടിയുടെ ശബ്ദം കുറേശ്ശെ മുഴങ്ങാൻ തുടങ്ങിയത്. പക്ഷെ അതിനിപ്പോൾ വെടിയുടെ ശബ്ദം നിർത്തേണ്ട സമയമായി. അത്രേ ഞാൻ പറയുന്നുള്ളൂ. അനാവശ്യമായിട്ടുള്ള ടെൻഷൻ പോലീസ് ഉണ്ടാക്കാൻ പാടില്ല. ഒരു മുന്നറിയിപ്പുണ്ട്, അതിൽ ഒരു ഭീഷണിയുമുണ്ട്. ആരെയാണ് ഭീഷണിപ്പെടുത്തുന്നത്? രമേശ് ചെന്നിത്തലയെ, ആഭ്യന്തരമന്ത്രിയെ. ആ കളിയൊന്നും ഇവിടെ വേണ്ട എന്ന്. വെടി പൊട്ടിച്ചിട്ടല്ല ഭരണം നടത്തേണ്ടത്, വെടി പൊട്ടിക്കാതെയാണ് എന്ന ഉപദേശവും നൽകുന്നുണ്ട് കെ മുരളീധരൻ രമേശ് ചെന്നിത്തലയ്ക്ക്. എന്തായാലും രമേശ് ചെന്നിത്തല ഇതിനോട് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. എന്നാൽ വെടിയുതിർത്ത് അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നതിനെ പുകഴ്ത്തി രമേശ് ചെന്നിത്തല കഴിഞ്ഞ ദിവസം സംസാരിച്ചിരുന്നു. പോലീസിന് എല്ലാ അഭിനന്ദനങ്ങളും അറിയിക്കുകയും ചെയ്തിരുന്നു. അതേ സംഭവത്തിലാണ് ഇപ്പോൾ കെ മുരളീധരൻ രമേശ് ചെന്നിത്തലയ്ക്കെതിരെ രംഗത്ത് വന്നിരിക്കുന്നത്. എന്തുകൊണ്ടായിരിക്കും കെ മുരളീധരന് ഇത്ര രോഷം? അതിൽ ഒരു രാഷ്ട്രീയമുണ്ട്. തിരുവനന്തപുരത്തെ വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ കെ മുരളീധരൻ ജയിച്ചത് BJP വോട്ട് കൂടി വാങ്ങിയിട്ടാണ്. അതിനൊരു രഹസ്യ ധാരണയുണ്ടായിരുന്നു. വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ കെ മുരളീധരന് BJP വോട്ട് ചെയ്യും. പകരം നേമമണ്ഡലത്തിൽ കോൺഗ്രസ് വോട്ടുകൾ രാജി ചന്ദ്രശേഖരന് നൽകണം. കെ മുരളീധരൻ അവിടെ നേരത്തെ മത്സരിച്ചതാണ്. കെ മുരളീധരനായിരുന്നു കോർപ്പറേഷന്റെ സംഘടനാ ചുമതല. ഇതെല്ലാം കൊണ്ട് കെ മുരളീധരൻ തിരുവനന്തപുരത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ സജീവമാണ്. അങ്ങനെയാണ് ഈ ധാരണയിലേക്ക് എത്തിയത്. എന്ത് തന്നെയായാലും കെ മുരളീധരൻ ജയിച്ചേ തീരൂ. അതുകൊണ്ടാണ് R ശ്രീലേഖ വട്ടിയൂർക്കാവിൽ സ്ഥാനാർത്ഥിയായി വന്നത്. ആ ശ്രീലേഖയ്ക്ക് BJP-കാർ വോട്ട് ചെയ്യില്ല. അത്രമാത്രം വെറുപ്പിച്ചിട്ടുണ്ട് R ശ്രീലേഖ BJP പ്രവർത്തകരെ. അതുകൊണ്ട് തന്നെയാണ് R ശ്രീലേഖയെ വട്ടിയൂർക്കാവിൽ നിർത്താൻ കെ മുരളീധരൻ പറഞ്ഞതും മത്സരിപ്പിച്ചതും. RSSന്റെയും BJP-യുടെയും വോട്ട് കെ മുരളീധരൻ വാങ്ങുകയും ജയിക്കുകയും ചെയ്തത്. അദ്ദേഹത്തിന്റെ മണ്ഡലത്തിലാണ് സംഭവം നടന്നത്. വട്ടിയൂർക്കാവിൽ വെച്ച് BJP നേതാവാണ് അറസ്റ്റിലായ കൗൺസിലർ. സ്വാഭാവികമായും ആ BJP നേതാവുമായി, കൗൺസിലറുമായി ധാരണയുണ്ടായിരിക്കണം കെ മുരളീധരന്. അങ്ങനെ കെ മുരളീധരനെ തെരഞ്ഞെടുപ്പിൽ അകമഴിഞ്ഞ് സഹായിച്ച ഒരു കൗൺസിലറെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുക, അതും ആകാശത്തേക്ക് വെടിയുതിർത്ത്, സഹിക്കുമോ കെ മുരളീധരനെ? അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ടവരെയാണ് അറസ്റ്റ് ചെയ്തത്. അതുകൊണ്ട് രണ്ട് വാക്ക് പറഞ്ഞില്ലെങ്കിൽ BJP നേതാക്കൾ ശോഭിക്കും. അതുകൊണ്ടാണ് രമേശ് ചെന്നിത്തലയ്ക്കെതിരെ ഒരു ഭീഷണി, ഒരു മുന്നറിയിപ്പ് ഒക്കെ നൽകാൻ തയ്യാറായത് കെ മുരളീധരൻ. എന്തായാലും മന്ത്രിസഭയിൽ 2 മന്ത്രിമാർ മുഖാമുഖം നിൽക്കുന്ന സ്ഥിതി. പോർവിളി ഉണ്ടാകുമോ? കെ മുരളീധരന് മറുപടിയുമായി രമേശ് ചെന്നിത്തല രംഗത്ത് വരുമോ? ഇതേ ഇനി അറിയാനുള്ളൂ.